ദൈവം സർവശക്തൻ, ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സങ്കീർത്തനങ്ങൾ 71:19 നാം ഇപ്രകാരം വായിക്കുന്നു: ദൈവമേ, നിന്റെ നീതിയും അത്യുന്നതമായിരിക്കുന്നു, മഹാകാര്യങ്ങളെ പ്രവർത്തിച്ചിട്ടുള്ളതുമായ ദൈവമേ, നിന്നോട് തുല്യൻ ആരുള്ളൂ? ദൈവത്തിന് തുല്യൻ ദൈവം മാത്രമേ ഉള്ളൂ. ആയതിനാൽ ദൈവം തന്റെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കുകയുമില്ല. തുല്യതയില്ലാത്തവൻ, അളക്കുവാൻ കഴിയാത്തവൻ, സമാനതകളില്ലാത്തവൻ, ആർക്കും പൂർണ്ണമായി അറിയുവാൻ കഴിയാത്തവൻ, മനുഷ്യർക്ക് ദൈവം തന്നെ വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ മാത്രമേ അറിയുവാൻ കഴിയുന്നുള്ളൂ. അരുണോദയപുത്രനായ ശുക്രൻ പറഞ്ഞത്: ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമന പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും. സംഭവിച്ചത് ആകാശത്തു നിന്ന് വീണു, വെട്ടേറ്റ് നിലത്ത് വീണു. നെബൂഖദ്നേസർ പറഞ്ഞത്: ഇത് ഞാൻ എന്റെ ധനമാഹാത്മ്യത്താൽ എന്റെ പ്രതാപമഹത്വത്തിനായിട്ട് രാജധാനിയായി പണിത മഹതിയാം ബാബേലല്ലയോ? നെബൂഖദ്നേസർ സ്വയം പുകഴ്ത്തി മഹത്വം തന്നിലേക്ക് വരുമാറ് സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ രാജ്യത്വം അവനെ വിട്ടു നീങ്ങിയിരുന്നു. മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കി പാർപ്പ് കാട്ടിലെ മൃഗങ്ങളോടൊപ്പം ആയി. കാളയെപ്പോലെ പുല്ലു തിന്നു, ദേഹം ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നിറയുകയും ചെയ്തു. ഇസ്രായേൽ ജനത്തെ പീഡിപ്പിച്ച ഫറവോൻ ഒരിക്കൽ ഇപ്രകാരം പറയുകയുണ്ടായി: ഞാൻ യഹോവയുടെ വാക്ക് കേൾക്കേണ്ടതിന് അവനാർ? ഇങ്ങനെ ഞാൻ ഫറവോനിലും അവന്റെ രഥങ്ങളിലും കുതിരപ്പടയിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തുമ്പോൾ ഞാൻ യഹോവയാകുന്നു എന്ന് മിസ്രയീമ്യർ അറിയും. വെള്ളം മടങ്ങി വന്ന് അവരുടെ പിന്നാലെ കടലിലേക്ക് ചെന്നിരുന്നു. രഥങ്ങളെയും കുതിരപ്പടയെയും ഫറവോന്റെ സൈന്യത്തെയും എല്ലാം മുക്കിക്കളഞ്ഞു. അവരിൽ ഒരുത്തൻ പോലും ശേഷിച്ചില്ല. യഹോവേ, മനുഷ്യനെ നീ ഗണ്യമാക്കുവാൻ അവൻ എന്തുമാത്രം! മർത്യപുത്രനെ വിചാരിപ്പാൻ അവൻ എന്തുമാത്രം! മനുഷ്യൻ ഒരു ശ്വാസത്തിന് തുല്യമത്രേ, അവന്റെ ആയുഷ്കാലം കടന്നുപോകുന്ന നിഴൽ പോലെയാകുന്നു. പ്രിയരെ, നാം നമ്മുടെ പിതാക്കന്മാരെ പോലെ അതിഥികളും പരദേശികളുമാകുന്നു. ഭൂമിയിൽ നമ്മുടെ ആയുഷ്കാലം ഒരു നിഴൽ പോലെ അത്രേ, യാതൊരു സ്ഥിരതയുമില്ല. ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.